അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ, പ്രിയപ്പെട്ട സ്നേഹിതന്മാർ, മസീറുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ യാത്ര, ഉഹുദിലേക്കുള്ള യാത്ര. ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസാ അൽ ജുമുഅ ബി അൽഫി മിൻ അസ്ഹാബിഹി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജുമുഅയുടെ വൈകുന്നേര സമയത്ത് തൻ്റെ അനുയായികളിൽ നിന്ന് 1000 ആളുകളുമായിട്ട് പുറപ്പെട്ടു. വലം യക്കുൻ മഅഹും ഇല്ലാ ഫർസാൻ, 2 കുതിരകളല്ലാതെ അവരോടൊപ്പം ഉണ്ടായിരുന്നില്ല. വമിയത്തു ദിറാഇൻ, 100 അങ്കികളുമല്ലാതെ. വറദ്ദ ജമാഅത്തൻ മിനൽ ഗിൽമാൻ, കുട്ടികളിൽ നിന്നുള്ള ഒരു സംഘം പേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മടക്കി അയച്ചു. ഹൈസുലം യബ്ലുഗു അശുദ്ധഹും, അവർ പ്രായപൂർത്തി എത്താത്തവരായതിൻ്റെ പേരിൽ. വലം യസ്തഅനി ബി അഹ്ദി മിൻ ജീറാനിഹി അൽ യഹൂദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയൽക്കാരായ ജൂതന്മാരിൽ നിന്ന് ഒരാളോടും സഹായം തേടിയില്ല. ഹൈസുലം യഅ്മൻ ഗദ്റഹും വഖിയാനത്തുഹും, അവരുടെ ചതിയുടെ കാര്യത്തിലും വഞ്ചനയുടെ വിഷയത്തിലും നിർഭയത്വം ഇല്ലാത്തതിൻ്റെ പേരിൽ അവരിൽ നിന്ന് ഒരാളോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ യുദ്ധത്തിന് വേണ്ടി സഹായം തേടിയില്ല. ഫലം യഅ്ദൻ ലിൽ അൻസാർ, അൻസാറുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതം നൽകുകയും ചെയ്തില്ല. അൻസാരികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുവദിച്ചില്ല. അൻ യസ്തസ്ഹിബു ഹുലഫാഅഹും മിനൽ യഹൂദ്, അവരുടെ സഖ്യകക്ഷികളിൽ നിന്ന്, ജൂതന്മാരായ സഖ്യകക്ഷികളിൽ നിന്ന് അവരുടെ കൂടെ കൂട്ടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുവദിച്ചില്ല. ജൂതന്മാരിൽ നിന്നുള്ള അവരുടെ സഖ്യകക്ഷികളെ കൂടെ കൊണ്ടുപോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൻസാരികളെ അനുവദിച്ചില്ല. ഖാല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ ഹാജത്ത ലനാ ഫീഹിം, നമുക്ക് അവരുടെ ആവശ്യം ഇല്ല. വറദ്ദ മൻ ഖറജ മഅ അബ്ദുല്ലാഹി ബിൻ ഉബൈ, അബ്ദുല്ലാഹി ബിൻ ഉബൈയിൻ്റെ കൂടെ പുറപ്പെട്ടവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചയക്കുകയും ചെയ്തു. മിൻ ഹുലഫാഇഹി, അബ്ദുല്ലാഹി ബിൻ ഉബൈയിൻ്റെ സഖ്യകക്ഷികളിൽപ്പെട്ട ജൂതന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചയക്കുകയും ചെയ്തു. വഖാല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ നസ്തഈനു ബിൽ മുശ്രിക്കീന അലൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങൾക്കെതിരിൽ മുശ്രിക്കീങ്ങളെ കൊണ്ട് നമ്മൾ സഹായം തേടുകയില്ല, നമ്മൾ സഹായം തേടുന്നവരല്ല എന്ന് പറയുകയും ചെയ്തു. വക്കാന അബ്ദുല്ലാഹി ഹാദ റഅ്സൽ മുനാഫിഖീൻ, ഈ അബ്ദുല്ലാഹി ബിൻ ഉബൈ എന്ന് പറയുന്ന വ്യക്തി മുനാഫിഖീങ്ങളുടെ തലവനായിരുന്നു. വക്കാന മിമ്മൻ റഅൽ ഇഖാമ ബിൽ മദീന, അവൻ മദീനയിൽ നിൽക്കാൻ, യുദ്ധത്തിന് പുറപ്പെടാതെ മദീനയിൽ നിൽക്കാൻ അഭിപ്രായപ്പെട്ടവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുമായിരുന്നു. സുമ്മ ഖറജ ഹീന ഖറജൽ മുസ്ലിമൂൻ, പിന്നീട് മുസ്ലിമീങ്ങളെല്ലാം പുറപ്പെട്ടപ്പോൾ അവനും പുറപ്പെടുകയുണ്ടായി.
ഫലമ്മ വസലു ബുസ്താന സൗത്ത് ബൈനൽ മദീന വ ഉഹദ്, ഉഹദിൻ്റെയും മദീനയുടെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ബുസ്താന സൗത്തിൽ അവരെത്തിച്ചേർന്നപ്പോൾ ഖാല, അബ്ദുല്ലാഹിബിൻ ഉബയ്യ് പറഞ്ഞു, അതാഅഹും വ അസാനി, മുഹമ്മദ് അവരെ അനുസരിച്ചു, എനിക്ക് എതിര് പ്രവർത്തിക്കുകയും ചെയ്തു. ഞാൻ മദീനയിൽ തന്നെ നിൽക്കണമെന്ന് അഭിപ്രായം പ്രകടിപ്പിച്ചപ്പോൾ, അവർ യുദ്ധത്തിന് പുറപ്പെടണമെന്നും അഭിപ്രായം പ്രകടിപ്പിച്ചപ്പോൾ മുഹമ്മദ് അവരെ കൂടെ നിന്നു എനിക്ക് എതിര് പ്രവർത്തിച്ചു. മാനദിരി അലാമാ നഖ്തുലു അംഫുസന ഹാഹുന അയ്യുഹന്നാസ്, നമുക്കറിയുകയില്ല അലാമാ നഖ്തുലു അംഫുസന ഹാഹുന, ഇവിടെ നമ്മൾ എന്തിനാണ് നമ്മുടെ സ്വന്തം ശരീരത്തിനോട് യുദ്ധം ചെയ്യുന്നത്? അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇവിടെ വെച്ച് നാം എന്തിനാണ് നമ്മുടെ സ്വന്തം ശരീരത്തിനോട് യുദ്ധം ചെയ്യുന്നത് എന്ന കാര്യം നമുക്കറിയില്ല എന്ന് പറയുകയും ഫറജഅ ബിസലാസി മിഅത്തി മിൻ ഖൗമിഹി അൽ മുനാഫിഖീൻ, അവൻ്റെ ജനതയിൽ നിന്ന് മുനാഫിഖീങ്ങളായ ജനതയിൽ നിന്നുള്ള 300 ആളുകളുമായിട്ട് അബ്ദുല്ലാഹിബിൻ ഉബയ്യ് മടങ്ങിപ്പോയി. സാറ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിമൻ ബഖിയ മഅഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ കൂടെ അവശേഷിക്കുന്നവരുമായിട്ട് പോയി. ഹത്താ നസല ശഅബ മിൻ ഉഹുദ്, അങ്ങനെ ഉഹുദിൻ്റെ തായ്വരയിൽ ഇറങ്ങി. സബീഹത്ത യൗമി സബ്തി, ശനിയാഴ്ച പ്രഭാത സമയത്ത്. വനളമ ജയ്സഹു അഹ്സന തൻലീം, അങ്ങനെ തൻ്റെ സൈന്യത്തെ വളരെ നല്ല നിലയിൽ ക്രമീകരിക്കുകയും ചെയ്തു. ഫഅഖാമ അലാ ലഹ്റിൽ ജബൽ 50 റാമിയൻ, അങ്ങനെ അതിൻ്റെ ഭാഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പർവ്വതത്തിൻ്റെ മുകളിൽ 50 അമ്പെയ്ത്തുകാരെ നിർത്തി. ഹത്താ ലാ യഹ്ജുമ ഖൈലു ഖുറൈശിൻ മിൻ വറാഇൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ പിറകുവശത്തു നിന്ന് ഖുറൈശികളുടെ കുതിരകൾ ചാടി വീഴാതിരിക്കാൻ വേണ്ടിയാണ് ഈ 50 അമ്പെയ്ത്തുകാരെ മലമുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർത്തിയത്. അമ്പ് കാണുമ്പോൾ കുതിരകൾ ആ ഭാഗത്തേക്ക് വരികയില്ല. വ അമറഹും അല്ലാ യബ്റഹു മക്കാനഹും ഹത്താ യുർസല ഇലൈഹിം, മാത്രവുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് കൽപ്പിക്കുകയും ചെയ്തു, അല്ലാ യബ്റഹു മക്കാനഹും, അവർ ആ സ്ഥലത്ത് നിന്ന് പോകാൻ പാടില്ല. ഹത്താ യുർസല ഇലൈഹിം, അവരിലേക്ക് ആളെ അയക്കപ്പെടുന്നത് വരെ. വക്കാന സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദ് അഖദ ലിജൈശിഹി സലാസത അൽവിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സൈന്യത്തിന് വേണ്ടി 3 കൊടി കെട്ടിയുണ്ടാക്കിയിരുന്നു. ഫഅഅത ലിവാ അൽ മുഹാജിരീന ലി മുസ്അബ് ബിൻ ഉമൈർ, അങ്ങനെ മുഹാജിരീങ്ങൾക്കുള്ള കൊടി, മുഹാജിരീങ്ങളുടെ പതാക മുസ്അബ് ബിൻ ഉമൈറിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകി. വലിവാ അൽ ഖസ്റജ്, ഖസ്റജിൻ്റെ പതാക ലി ഹുബാബ് ബിൻ മുൻദിർ റളിയല്ലാഹു അൻഹുവിനും നൽകി. വലിവാ അൽ ഔസ്, ഔസ് ഗോത്രത്തിൻ്റെ പതാക ലി ഉസൈദ് ബിൻ ഹുലൈർ റളിയല്ലാഹു അൻഹും, ഉസൈദ് ബിൻ ഹുലൈർ റളിയല്ലാഹു അൻഹുവിനും നൽകി. വ അമ്മൽ മുശ്രിക്കൂൻ, എന്നാൽ മുശ്രിക്കീങ്ങൾ ഫക്കാന അലാ മൈമനത്തി ഖൈലിഹിം ഖാലിദ് ബിനുൽ വലീദ്, അവരുടെ കുതിരയുടെ വലതുഭാഗത്ത് ഖാലിദ് ബിൻ വലീദ് ഉണ്ടായിരുന്നു. വാലൽ മൈസറ, അവരുടെ കുതിരയുടെ ഇടതുഭാഗത്ത് ഇക്രിമത്ത് ബിൻ അബീ ജഹൽ ഉണ്ടായിരുന്നു. വാലൽ മുഷാത്ത്, നടന്നു വരുന്നവരുടെ നേതാവായിട്ട് സഫ്വാൻ ബിൻ ഉമയ്യ ഉണ്ടായിരുന്നു. വാല റുമാത്ത്, അമ്പെയ്ത്തുകാരുടെ മേൽ ലീഡറായിട്ട്
അബ്ദുല്ലാഹിബിന് അബി റബിയ ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും പിന്നീട് ഇസ്ലാം സ്വീകരിച്ചതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.